today the Lord showed me Jeremiah 30 and verse 18. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം ദൈവം എനിക്ക് കാണിച്ചു തന്നു. Jeremiah 30 and verse 17. യിരെമ്യാവ് 30:17-ാം വാക്യം. The Lord gives a promise to us. ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം നൽകുന്നു. He says, I will restore you to health. ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം വരുത്തും. And I will heal your wounds. ഞാൻ നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കും. My children, എൻ്റെ മക്കളെ, I am going to restore you to health today. ഇന്ന് നിങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ പോകുന്നു. I am going to heal your wounds. ഞാൻ നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കാൻ പോകുന്നു. Today Jesus is amongst us as a healer. ഒരു സൗഖ്യദായകനായി യേശു ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. Maybe you say, I have lost all my health in my soul. എൻ്റെ ആത്മാവിലെ എല്ലാ ആരോഗ്യവും നഷ്ടമായി നിങ്ങൾ I പറഞ്ഞേക്കാം. have lost all the health in my body. എൻ്റെ ശരീരത്തിലെ ആരോഗ്യമെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞേക്കാം. I have lost the health in my family life. എൻ്റെ കുടുംബ ജീവിതത്തിലെ ആരോഗ്യമെല്ലാം നഷ്ടമായി നിങ്ങൾ പറഞ്ഞേക്കാം. I have lost the health in my finances. എൻ്റെ സമ്പദ്ഘടനയിൽ എൻ്റെ ആരോഗ്യമെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞേക്കാം. Jesus says, യേശു പറയുന്നു, God says, അത് ശരി, I am coming to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I വരുന്നു. am coming to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I am വരുന്നു. coming to you ഞാൻ നിങ്ങളുടെ അടുക്കൽ to വരുന്നു. restore all your health today, my children. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആരോഗ്യമെല്ലാം പുനഃസ്ഥാപിക്കാനായി ഞാൻ വരുന്നു. I will heal your wound. ഞാൻ നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കും. I will heal your wound. ഞാൻ നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കും. Why? എന്തുകൊണ്ട്? How is he able to heal our wound? നമ്മുടെ മുറിവുകളെ എങ്ങനെയാണ് ദൈവത്തിന് ബാധിക്കുന്നത്? Because the Bible says കാരണം അത് വേദപുസ്തകം in പറയുന്നു. Isaiah യെശയ്യാവ് 53 and verse 5, 53-ാം അധ്യായം 5-ാം വാക്യം. Jesus was wounded for our iniquities. യേശുവും നമ്മുടെ അടിപ്പിണറുകളാൽ നിമിത്തം മുറിവേൽക്കപ്പെട്ടു. Jesus was wounded for our transgression. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശു അടിക്കപ്പെട്ടു. For our transgression. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. He was bruised for our iniquity. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം യേശു മുറിവേറ്റു. And for us to have peace, he was chastised. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു. And by his stripes, യേശുവിന്റെ അടിപ്പിണറുകളാൽ, the wounds in his body, യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളാൽ we are healed. നാം സൗഖ്യമായിരിക്കുന്നു. We are healed. നാം സൗഖ്യമായിരിക്കുന്നു. Jesus Christ has paid the price on the cross for you to have healing, my friend. എന്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ മുറിവേൽക്കപ്പെട്ടു. Healing in your soul. നിങ്ങളുടെ ആത്മാവിൽ സൗഖ്യം. Healing in your family life. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സൗഖ്യം. Healing in the things concerning your finance. നിങ്ങളുടെ സമ്പത്ത് കാര്യങ്ങളിൽ എല്ലാ വിധത്തിലും. Healing in your sickness. നിങ്ങളുടെ രോഗത്തിൽ സൗഖ്യം. Jesus has paid the price. യേശു അതിന് വില കൊടുത്തിരിക്കുന്നു. That's why he says, അതുകൊണ്ട് യേശു പറയുന്നു, come to me. എന്റെ അടുക്കൽ വരിക. My children, come to me. കുഞ്ഞുങ്ങളെ, എന്റെ അടുക്കൽ വരിക. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം I തരും. have the wounds in my body to heal your wounds. നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ എന്റെ ശരീരത്തിൽ എനിക്ക് മുറിവുകൾ ഉണ്ട്. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. Come to me. എന്റെ അടുക്കൽ വരിക. You have come to Jesus tonight. ഈ രാത്രി നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. Now he is amongst you. ഇന്ന് യേശു നിങ്ങളുടെ മധ്യേ ഉണ്ട്. Even now you can talk to him. ഇപ്പോഴും നിങ്ങൾക്ക് യേശുവിനോട് He സംസാരിക്കാം. is walking amongst you. യേശു നിങ്ങളുടെ മധ്യേ നടക്കുന്നു. As you say, Jesus, യേശുവേ എന്ന് നിങ്ങൾ പറയുമ്പോൾ, I give myself totally to you. അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി നൽകുന്നു He പറയുമ്പോൾ, is embracing you right ഇപ്പോൾ now. തന്നെ യേശു നിങ്ങളെ ആലിംഗനം He ചെയ്യുന്നു. is kissing you right ഇപ്പോൾ now. നിങ്ങൾ യേശു നിങ്ങളെ And ചുംബിക്കുന്നു. his wounds are coming upon your wounds. യേശുവിന്റെ മുറിപ്പാടുകൾ നിങ്ങളുടെ മുറിവുകളിലേക്ക് വരുന്നു. Yes, your wounds are being touched by the wounds of Jesus. യേശുവിന്റെ മുറിവുകൾ നിങ്ങളുടെ മുറിവുകളെ തൊടുന്നു. Jesus said, യേശു പറഞ്ഞു, if two of you agree, നിങ്ങൾ ഇരുവർ ഒരുമിച്ച് ചേരുമെങ്കിൽ, yes, your wounds and the wounds of Jesus are agreeing right now. ഇപ്പോൾ നിങ്ങളുടെ മുറിവുകളും യേശുവിന്റെ മുറിവുകളും ഒത്തുചേരുന്നു. Now heaven open. ഇപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെടുന്നു. God's healing is flowing into your body, ദൈവത്തിന്റെ രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിൽ flowing into പ്രവേശിക്കുന്നു. your soul, നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കുന്നു. flowing into your mind, നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. flowing into your family, നിങ്ങളുടെ കുടുംബത്തിലേക്ക് flowing പ്രവേശിക്കുന്നു. into your children, നിങ്ങളുടെ മക്കളിലേക്ക് പ്രവേശിക്കുന്നു. flowing into your spouse. നിങ്ങളുടെ ഭാര്യ ഭർത്താവിലേക്ക് പ്രവേശിക്കുന്നു. I will heal your wounds, says the Lord. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടും. Would you say thank you, Jesus? യേശുവേ നന്ദി എന്ന് പറയുമോ? Thank you, Jesus. നന്ദി യേശുവേ. നന്ദി യേശുവേ. നന്ദി യേശുവേ. നന്ദി യേശുവേ. നന്ദി യേശുവേ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. His mercies are new. കർത്താവിന്റെ കരുണ പുതിയതാകുന്നു. Everything shall become new in your life tonight. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സംഗതികളും പുതുതായി തീരും. God is by your side. ദൈവം നിങ്ങളുടെ സമീപേ ഉണ്ട്.
In Matthew chapter 9 and verse 2. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. A man who was paralyzed was carried to Jesus. പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. He could not do anything. അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. He could not speak anything. അവന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. But the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു, no man need to tell anything about another man to Jesus. ആരും മറ്റൊരു മനുഷ്യനെ കുറിച്ച് യേശുവിനോട് പറയേണ്ട ആവശ്യമില്ല. Jesus knew the heart of every man. എല്ലാ മനുഷ്യന്റെയും ഹൃദയം യേശു അറിയുന്നു. In John 2:24-25 the Bible says, യോഹന്നാൻ 2:24-25 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, Jesus could look into everyone's heart. യേശുവിന് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നോക്കുവാൻ കഴിഞ്ഞു. They need not even speak. യേശു സംസാരിക്കേണ്ട ആവശ്യമില്ല. But he would understand. യേശുവിന് മനസ്സിലാകും. He would understand. യേശു മനസ്സിലാക്കും. He would see their heart. യേശുവിന്റെ ഹൃദയം കാണും. I know. എനിക്കറിയാം. When that paralyzed man was carried to Jesus, ആ പക്ഷവാതം പിടിച്ച മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ, yes, he longed to be healed. അവൻ സൗഖ്യമാകാൻ ആഗ്രഹിച്ചു. But his heart was saying, എന്നാൽ അവൻ ഹൃദയം പറയുന്നു, you're a sinner. നീ ഒരു പാപിയാകുന്നു. You're a sinner. നീ ഒരു പാപിയാകുന്നു. How can you be healed? നിനക്ക് എങ്ങനെ സൗഖ്യം വരും? You're a sinner. നീ ഒരു പാപിയാകുന്നു. How can you get the blessing from Jesus? യേശുവിന് നിനക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ You കഴിയും? committed നീ sins. പാപം ചെയ്തിരിക്കുന്നു. That's why you're suffering because of that curse of sin. ആ പാപത്തിന്റെ ശാപം മുഖാന്തരമായി നീ കഷ്ടപ്പെടുന്നു. How can you be delivered? നിനക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയും? His heart was beating hard. അവന്റെ ഹൃദയം സ്പന്ദനം കൂടിക്കൊണ്ടിരുന്നു. Will my sins stop my miracle? എന്റെ പാപം എന്റെ അത്ഭുതത്തെ തടസ്സപ്പെടുത്തുമോ? Will my sin and the curse of sin stop me from being healed by Jesus? യേശുവിനാൽ സൗഖ്യം വരുത്താൻ തക്കവണ്ണം എന്റെ പാപവും പാപത്തിന്റെ ശാപവും തടസ്സമായിരിക്കുമോ? Jesus looked into his heart യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കി and he said, പറഞ്ഞു, you are not a foreigner. നീ ഒരു വിദേശിയല്ല. I am not going to call you sinner, ഞാൻ നിന്നെ പാപി എന്ന് വിളിക്കാൻ പോകുന്നില്ല. but I am calling you son. ഞാൻ നിന്നെ മകനെ എന്ന് വിളിക്കും. I am calling you son. ഞാൻ നിന്നെ മകനെ എന്ന് വിളിക്കുന്നു. Son, മകനെ, your sins are forgiven. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. Behold, നീ സൗഖ്യമാകാം. be of good cheer. നീ ധൈര്യപ്പെടുക. Be of good cheer. ധൈര്യമായിരിക്കാം. Don't curse yourself. നിന്നെ തന്നെ ശപിക്കരുതേ. Don't condemn yourself. നിന്നെ തന്നെ കുറ്റം വിധിക്കരുതേ. Be of good cheer, my son. എന്റെ മകനെ, ധൈര്യമായിരിക്കാം. Your sins are forgiven. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. I am forgiving your sin. ഞാൻ നിന്റെ പാപങ്ങളെ മോചിക്കുന്നു. I know you're not able to speak. നിനക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് You're എനിക്കറിയാം. not able to fall at my feet and worship me. എന്റെ പാദത്തിൽ വീണ് ആരാധിക്കാൻ നിനക്ക് കഴിയുന്നില്ല. You're paralyzed totally. നീ സമ്പൂർണ്ണമായി പക്ഷവാതം പിടിച്ചിരിക്കുന്നു. But the thoughts in your heart are open to me. എന്നാൽ നിന്റെ ഹൃദയത്തിലെ ചിന്തകളൊക്കെ എനിക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. Behold, കാണുക, behold, കാണുക, behold, കാണുക. I am forgiving your sin. ഞാൻ നിന്റെ പാപങ്ങളെ മോചിക്കുന്നു. Today Jesus says the same thing to you. ഇന്ന് യേശു അതേ സംഗതി നിങ്ങളോട് പറയുന്നു. Whatever sins you may have committed, നിങ്ങൾ എന്തെല്ലാം പാപം ചെയ്തിരുന്നാലും you have come to the Savior of every man who saves you from every sin. എല്ലാ പാപത്തിൽ രക്ഷിക്കുന്ന എല്ലാവരുടെയും രക്ഷകന്റെ അടുക്കലേക്ക് നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു. I will look into your heart ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കും. and I will cleanse your sin. നിന്റെ പാപത്തെ ഞാൻ വിശുദ്ധീകരിക്കും. No sin can stop you from getting healed tonight. ഈ രാത്രി സൗഖ്യമാകുന്നതിന് നിങ്ങളുടെ പാപമൊന്നും തടസ്സമായിരിക്കില്ല. Come to Jesus. യേശുവിന്റെ അടുക്കൽ വരുവീൻ. Don't condemn yourself. നിങ്ങളെ തന്നെ കുറ്റം വിധിക്കരുത്. Say, Father, forgive me. പറയുവൻ, പിതാവേ എന്നോട് ക്ഷമിക്കണമേ. I am a sinner. ഞാനൊരു പാപിയാകുന്നു. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Then the Lord says, not only God will heal you, God will heal the land also. ദൈവം നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ സൗഖ്യമല്ല, ദേശത്തിന്റെ സൗഖ്യം കൂടെ വരുത്തുന്നു. As we ask Jesus to forgive us sins, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ നാം യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ, ask Jesus to forgive us, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, each one of us. നാം ഓരോരുത്തരും തന്നെ. And then Jesus said, അപ്പോൾ യേശു പറയുന്നു, get up, എഴുന്നേൽക്കാം, take up your mat, നിങ്ങളുടെ കിടക്ക എടുക്കാം, and go home. ഭവനത്തിലേക്ക് മടങ്ങിപ്പോകൂ. Son, മകനെ, you have been in this bed for a long time. ഈ കിടക്കയിൽ നീ ദീർഘകാലമായി കിടക്കുന്നു. You have been in the street. നീ തെരുവിലായിരുന്നു. You have been in the hospital. നീ ആശുപത്രിയിലായിരുന്നു. That's why people who were passing by brought you to me. അതുകൊണ്ടാണ് വഴിപോക്കറൊക്കെയും നിന്നെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത്. Now go home. ഇപ്പോൾ ഭവനത്തിലേക്ക് പോകാം. Go home. ഭവനത്തിൽ പോകാം. Go home. ഭവനത്തിലേക്ക് I പോകാം. want you to be happy in your home. നിന്റെ ഭവനത്തിൽ നീ സന്തോഷമായിരിക്കണം. I want you to enjoy your family life. നിന്റെ കുടുംബജീവിതം നീ ആസ്വദിക്കണം. He healed him യേശു അവന് സൗഖ്യം വരുത്തി. and he sent him home. അവനെ ഭവനത്തിലേക്ക് അയച്ചു. What a great joy. എത്ര വലിയ സന്തോഷം. There is going to be joy in your home from today. ഇന്ന് മുതൽ നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷം ഉണ്ടാകാൻ പോകുന്നു. Joy in your home from today. ഇന്ന് മുതൽ
നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം. Everything in your home will be healed. നിങ്ങളുടെ ഭവനത്തിൽ എല്ലാം സൗഖ്യമാകും. Healing in your body. നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം. Healing in your finances. നിങ്ങളുടെ സമ്പത്തിൽ സൗഖ്യം. Healing in the relationship in your home. നിങ്ങളുടെ ഭവനത്തിലെ ബന്ധങ്ങളിൽ സൗഖ്യം. How many of you want healing in your body? നിങ്ങളുടെ ശരീരത്തിൽ എത്ര പേർക്ക് സൗഖ്യം വേണം? Put your hands upon your chest. നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ കൈവെക്കുവിൻ. Right now. ഇപ്പോൾ തന്നെ God's healing will flow into your body. ദൈവത്തിന്റെ രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് Especially പ്രവേശിക്കും. those who have problem in your legs, Jesus will heal you right now. ഈ വിശേഷാൽ കാലിൽ പ്രയാസമുള്ള ആളുകളെ യേശു കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. Everyone with sickness രോഗമുള്ള എല്ലാ ആളുകളും can be healed സൗഖ്യമാക്കുവാൻ കഴിയും. because Jesus was wounded in his body for you. കാരണം യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ മുറിവേറ്റു. Father, പിതാവേ, thank you for healing our dear mother. ഞങ്ങളുടെ പ്രിയ മാതാവിനെ സൗഖ്യമാക്കിയതിനാൽ നന്ദി. Now heal your children, Lord. ഇപ്പോൾ കർത്താവ് ഞങ്ങളുടെ മക്കളെ സൗഖ്യമാക്കണമേ. Father, പിതാവേ, we agree together ഞങ്ങൾ ഒരുമനപ്പെടുന്നു. that you, Lord Jesus, have suffered that we may be healed. ഞങ്ങൾ സൗഖ്യമാകേണ്ട കർത്താവ് യേശുവേ, അങ്ങ് കഷ്ടത അനുഭവിച്ചുവല്ലോ. We honor your wounds, Lord. കർത്താവ് അങ്ങയുടെ മുറിപ്പാടുകൾ ഞങ്ങൾ We മാനിക്കുന്നു. kiss your wounds, Lord. കർത്താവ് മുറിവുകളെ ഞങ്ങൾ ചുംബിക്കുന്നു. Now let your wounds come upon the wounds of your children കർത്താവ് അങ്ങയുടെ മുറിവുകൾ അങ്ങയുടെ മക്കളുടെ മുറിവുകളിലേക്ക് വന്നു ചേരട്ടെ. and heal everyone. എല്ലാ ആളുകളെയും അങ്ങ് സൗഖ്യമാക്കണമേ. Heal everyone. എല്ലാരെയും അങ്ങ് സൗഖ്യമാക്കണമേ. Let every sickness leave their organs now. എല്ലാ രോഗവും കർത്താവ് ശരീരത്തിലെ അവയവങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. Every pain go. എല്ലാ വേദനയും പോകട്ടെ. Every deformity leave. എല്ലാ ബലഹീനതയും നീങ്ങിപ്പോകട്ടെ. Every non-functioning organ begin to function right now in Jesus' name. പ്രവർത്തിക്കാത്ത അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരിയായി പ്രവർത്തിക്കട്ടെ. Every pain come out. എല്ലാ വേദനയും പുറത്തു വരിക. Every breathing problem be healed. ശ്വാസതടസ്സത്തിന്റെ പ്രയാസങ്ങളൊക്കെയും മാറിപ്പോകട്ടെ. Every epilepsy let it go. എല്ലാ അപസ്മാരവും നീങ്ങിപ്പോകട്ടെ. Every skin disease dry up right now in Jesus' name. എല്ലാ ത്വക്ക് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണങ്ങി മാറട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Every devil who is whispering voices of defeat and death in the ears of the people, come out you devils in Jesus' name. പരാജയത്തിന്റെയും മരണത്തിന്റെയും ചിന്തകളൊക്കെയും ചെവികളിൽ മന്ത്രിക്കുന്ന ദുഷ്ടാത്മാക്കൾ മാറിപ്പോകട്ടെ. Every giddiness be healed. എല്ലാ തലചുറ്റും നീങ്ങിപ്പോകട്ടെ. Every allergy be healed. എല്ലാ അലർജിയും മാറിപ്പോകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let them have new organs by your touch, Lord Jesus. കർത്താവ് യേശുവേ, അങ്ങയുടെ സ്പർശനം മുഖാന്തരമായ ഒരു പുതിയ അവയവങ്ങൾ ലഭിക്കട്ടെ. Touch everyone, Lord. കർത്താവ് എല്ലാവരെയും അങ്ങ് തൊടണമേ. And heal. സൗഖ്യമാക്കണമേ. Heal. Let the സൗഖ്യമാക്കണമേ. ears open right now. ഇപ്പോൾ തന്നെ ചെവികൾ തുറക്കപ്പെടട്ടെ. I know you're healing the ears of the people. ആളുകളുടെ കർത്താവേ, ചെവികളെ അങ്ങ് സൗഖ്യമാക്കുന്ന എനിക്കറിയാം. Barnabas, ബർന്നബാസ്, Jesus healed you right now. യേശു ഇപ്പോൾ നിനക്ക് സൗഖ്യം തന്നു. Punida, പുനീത, God touched you right now. ഇപ്പോൾ തന്നെ ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു. Every weakness in your body is being healed. നിന്റെ ശരീരത്തിൽ എല്ലാ ബലഹീനതകളും സൗഖ്യമായിരിക്കുന്നു. Every giddiness is being healed. എല്ലാ തലചുറ്റും സൗഖ്യമായിരിക്കുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. You're destroying the works of the devil right now. കർത്താവ് ഇപ്പോൾ അങ്ങ് സാത്താന്റെ ശക്തികളെ തകർക്കുന്നുവല്ലോ. You're setting them free. അവരെ You're setting them free. അവരെ സ്വതന്ത്രമായി അയക്കുന്നു. You're setting them free. അവരെ അങ്ങ് By സ്വതന്ത്രമാക്കുന്നുവല്ലോ. your mighty power. അങ്ങയുടെ വൻ ശക്തിയാൽ We give you all the glory. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. All the glory. എല്ലാ മഹത്വവും. All the glory. എല്ലാ മഹത്വവും. Come on, open your mouth. ഒരുവൻ വായ് തുറക്കുവിൻ. Open your heart. ഹൃദയം തുറക്കുവിൻ. And praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Miracles are happening in the bodies of everyone. എല്ലാ ആളുകളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. Jesus Christ is doing it. യേശു ക്രിസ്തു അത് ചെയ്യുന്നു. He is by your side. യേശു നിങ്ങളുടെ സമീപത്തുണ്ട്. Just praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Receive the healing. സൗഖ്യം പ്രാപിക്കാം. Diabetes, let it go. ഡയബറ്റിസ് മാറിപ്പോകട്ടെ. Every growth, let it dissolve right now. എല്ലാ മുഴകളും ഇപ്പോൾ തന്നെ അലിഞ്ഞു പോകട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ Let നാമത്തിൽ. the growths dissolve right now in Jesus' name. ഇപ്പോൾ തന്നെ മുഴകളൊക്കെ യേശുവിന്റെ നാമത്തിൽ അലിഞ്ഞു മാറട്ടെ. Cancers be healed. അർബുദം നീങ്ങിപ്പോകട്ടെ. HIV be healed. HIV സൗഖ്യമാകട്ടെ. Lord, make everything normal in their body. കർത്താവേ, ശരീരങ്ങളെല്ലാം സുഗമമാക്കി തീർക്കണമേ. Let the kidneys come back alive. വൃക്കകളൊക്കെ Let പുനർജീവിപ്പിക്കപ്പെടട്ടെ. the livers come back alive. കരളുകളൊക്കെ പുനർജീവിപ്പിക്കപ്പെടട്ടെ. I command a miracle right now in Jesus' name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഞാൻ കൽപ്പിക്കുന്നു. Let everyone receive the healing power in the name of Jesus. എല്ലാ ആളുകളും രോഗശാന്തി ശക്തി യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കട്ടെ. Thank you, Jesus. യേശുവേ, നന്ദി. We believe you're answering our cry. ഞങ്ങളുടെ കരച്ചിലങ്ങ് ഉത്തരം നൽകുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Everybody's cry. എല്ലാവരുടെയും കരച്ചിൽ. Everybody's cry. എല്ലാവരുടെയും കരച്ചിൽ. Kiss them and heal them, Lord. കർത്താവിനെ ചുംബിച്ച് സൗഖ്യമാക്കണമേ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ We take
this miracle now. ഇപ്പോൾ ഞങ്ങൾ ഈ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നു. Thank you, Lord. കർത്താവേ നന്ദി. For those who are praying for their loved ones who are not here, ഇവിടെ ഇല്ലാതിരിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. let a miracle happen wherever they are, Lord. കർത്താവേ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അത്ഭുതം സംഭവിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Now try to do what you could not do. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ ചെയ്തു നോക്കുവിൻ. If you could not walk, walk. നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ If you could നടക്കുവിൻ. not bend your back, bend and see. നിങ്ങൾക്ക് മുതുക് കുനിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കുനിഞ്ഞു Yes, നോക്കുവിൻ. Jesus has healed you right now. അതെ, യേശു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. As you are in 2 Corinthians 8 and verse 9. 2 കൊരിന്ത്യർ 8-ാം 9-ാം Because വാക്യം. Jesus became so poor, he will bring you out of poverty and make you rich. യേശു ദരിദ്രഭാവം എടുത്ത മുഖാന്തരമായി നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഉയർത്തും. He will supply your needs according to his riches. യേശുവിന്റെ സമ്പത്ത് അനുസരിച്ച് കർത്താവ് നിങ്ങളെ നടക്കും. Like Sheba, open your heart and cry. ശേബത്തിന്റെ ഹൃദയം തുറന്ന് കരഞ്ഞതുപോലെ Believe. വിശ്വസിക്കാം. Believe. വിശ്വസിക്കാം. Believe. വിശ്വസിക്കാം. Believe. വിശ്വസിക്കാം. The Holy Spirit is coming upon you right now. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. God will supply your need ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. through Jesus Christ. യേശു ക്രിസ്തു മുഖാന്തരം. According to his riches. കർത്താവിന്റെ സമ്പത്ത് അനുസരിച്ച്. Father, പിതാവേ, you died on the cross അങ്ങ് without anything, not even a dress, Lord. കർത്താവേ, വസ്ത്രം പോലും ഇല്ലാതെ കർത്താവേ ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവല്ലോ. They took away everything from you. അങ്ങിൽ നിന്ന് അവരെല്ലാം എടുത്തു മാറ്റി. Remember your children. അങ്ങയുടെ മക്കളെ ഓർക്കണമേ. Many say everything has been taken away from me. കർത്താവേ, എന്നിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റി കളഞ്ഞു എന്ന് ആളുകൾ പറയുന്നു. I don't know my future. എനിക്ക് എന്റെ ഭാവി അറിഞ്ഞുകൂടാ. You know that agony, Lord. കർത്താവേ, കഠിനവേദന You അങ്ങേക്കറിയാം. know that agony, Lord. അവരുടെ മനോവേദന അങ്ങേക്കറിയാം. Now embrace your children, Lord. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ആലിംഗനം Kiss ചെയ്യണമേ. your children, Lord. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ചുംബിക്കണമേ. And bless them. അവരെ അനുഗ്രഹിക്കണമേ. Tell them, I am with you, my son, my daughter. എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അങ്ങ് പറയണമേ. Create the job for them. കർത്താവേ, അവർക്ക് ഉദ്യോഗം നൽകണമേ. Create the job. ഒരു ഉദ്യോഗം ഉണ്ടാക്കണമേ. Whether they are worthy to receive the job or not, you are God. Create a job for them, Lord. അവർക്ക് ഉദ്യോഗം ലഭിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലെങ്കിലും കർത്താവേ, അവർക്ക് വേണ്ടി ഒരു ഉദ്യോഗം സൃഷ്ടിക്കണമേ. Next week they should be employed. അടുത്ത ആഴ്ച അവർക്ക് ഉദ്യോഗം ലഭിക്കണം. Father, give them this blessing, Lord. പിതാവേ, ഈ അനുഗ്രഹം അവർക്ക് നൽകണമേ. And those who are not getting their salaries, കർത്താവേ, ശമ്പളം കിട്ടാതിരിക്കുന്ന ആളുകൾ miraculously bring the salaries to them, Lord. അത്ഭുതകരമായി കർത്താവേ, ശമ്പളം അവർക്ക് കൊണ്ടെത്തിക്കണമേ. And people who need new jobs, പുതിയ ഉദ്യോഗങ്ങൾ ആവശ്യമുള്ളവർ, give them the new job. പുതിയ ഉദ്യോഗം അവർക്ക് നൽകണമേ. Reward them, Lord. കർത്താവേ, പ്രതിഫലം നൽകണമേ. Reward them, Lord. അവർക്ക് പ്രതിഫലം നൽകണമേ. Reward them, Lord. പ്രതിഫലം നൽകണമേ. Reward them, Lord. പ്രതിഫലം നൽകണമേ. And I place this blessing upon them in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ഞാൻ അവരുടെ മേൽ വയ്ക്കുന്നു. You have done it for Sheba. കർത്താവേ, അങ്ങ് ശേബയ്ക്ക് ചെയ്തല്ലോ. You have done it for Sheba. You will do it for your children. കർത്താവേ, ശേബയ്ക്ക് ചെയ്ത അങ്ങ് ഈ മക്കൾക്കും അങ്ങ് ചെയ്യണമേ. We believe it. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. Shall we all say thank you, Jesus? നമുക്കെല്ലാവർക്കും പറയാം, യേശുവേ നന്ദി. Come on, the Lord is embracing you and blessing you. കർത്താവ് നിങ്ങളെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. Open your heart and praise Him. നിങ്ങളുടെ ഹൃദയം തുറന്ന് സ്തുതിക്കുവിൻ. He is blessing you. യേശു നിങ്ങളെ He അനുഗ്രഹിക്കുന്നു. is blessing യേശു you നിങ്ങളെ അനുഗ്രഹിക്കുന്നു. in double measure. ഇരട്ടി പങ്കോടെ. Mark my word, in double measure. എന്റെ വാക്ക് നിങ്ങൾ അടിവരയിടുവിൻ. For ഇരട്ടി പങ്കോടെ. all the shame you have gone through, He will honor you in double measure with a good job. നിങ്ങൾ കടന്നുപോയ എല്ലാ ലജ്ജയ്ക്കും പകരമായി ഇരട്ടി പങ്കുള്ള ഒരു ഉദ്യോഗം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. Just praise Him now. ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കുവിൻ. Receive this miracle in the name of Jesus. യേശുവിന്റെ നാമത്തിലെ അത്ഭുതം സ്വീകരിക്കുവിൻ. Amen. 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 We love you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. And we thank you. ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. With financial problems സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന in എല്ലാവരും your heart, ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. God will guide you right now. ഇരട്ടി പങ്ക്. Amen. ആമേൻ. God will give it to you. ദൈവം അത് നിങ്ങൾക്ക് God നൽകും. will give it to you. ദൈവം അത് നിങ്ങൾക്ക് നൽകും. Father, പിതാവേ, honor your children. അങ്ങയുടെ മക്കളെ മാനിക്കണമേ. They do not know where to put their next step, Lord. കർത്താവേ, അടുത്ത പടി എവിടെ വെക്കണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. They do not know how to face the debtors. എങ്ങനെ കടം നൽകിയിരിക്കുന്നവരെ നേരിടുന്ന അവർക്ക് അറിഞ്ഞുകൂടാ. But you are God. എന്നാൽ അങ്ങ് ദൈവമാകുന്നു. Now as they are going to give to you, Lord, ഇപ്പോൾ കർത്താവേ, അവർ അങ്ങേക്കായി നൽകുമ്പോൾ reward them. അവർക്ക് പ്രതിഫലം നൽകണമേ. Reward them. പ്രതിഫലമായി Every financial problem be solved എല്ലാ സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കപ്പെടട്ടെ. miraculously. അത്ഭുതകരമായി. Now let your hand come upon them and save them from financial trouble, Lord. ഇപ്പോൾ അങ്ങയുടെ കരം അവരുടെ മേൽ വന്നിട്ട് കർത്താവേ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. Save them, Lord. അവരെ രക്ഷിക്കണം കർത്താവേ. Save your people, Lord.
Lord. കർത്താവേ അങ്ങയുടെ ജനങ്ങളെ രക്ഷിക്കണമേ. Miraculously, Lord. അത്ഭുതകരമായി കർത്താവേ. And pour your plenty because you became poor on the cross. കർത്താവേ അങ്ങ് ക്രൂശിൽ ദരിദ്രനായി തീർന്ന മുഖാന്തരമായി അങ്ങയുടെ സമൃദ്ധി അവരുടെ മേൽ അയക്കണമേ. Bless them. അവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. Bless them. അവരെ അനുഗ്രഹിക്കണമേ. Thank you for doing it, Lord. കർത്താവേ അങ്ങ് ചെയ്യുന്നതിനാൽ Shall we നന്ദി. all open our hearts and say thank you, Jesus? നമുക്ക് ഹൃദയം തുറന്നുകൊണ്ട് യേശുവേ നന്ദി എന്ന് പറയാം. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. യേശുവേ നന്ദി. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. He will multiply every blessing for me. യേശു എനിക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളെയും വർദ്ധിപ്പിച്ചു തരും. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. We give you all the glory. ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.